തിരുവനന്തപുരം പേട്ടയിൽ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം പ്രേക്ഷകരൊക്കെ ഓർക്കുന്നുണ്ടാകും. നാടാകെ മുൾമുനയിൽ നിർത്തിയ ഭീതിയിലായ ആശങ്കയിലായ ദിവസമായിരുന്നു. ഒടുവിൽ കുഞ്ഞിനെ കണ്ടെടുക്കുകയും ചെയ്തു. പക്ഷേ പ്രതിയെ ഇതുവരെയും പിടികൂടിയിട്ടില്ലായിരുന്നു. ഇപ്പോഴത്തെ പ്രതി പിടിയിലായെന്ന വാർത്ത വരികയാണ്. ഈ പിടിയിലായിരിക്കുന്ന പ്രതി ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ആളൊന്നുമല്ല, മലയാളിയാണ്, യുവാവാണ്. കൊല്ലത്ത് നിന്നാണ് ഇയാൾ പിടിയിലായത്. കേസിൽ നിർണായകമായത് CCTV ദൃശ്യങ്ങൾ ആണ്. കുഞ്ഞിന്റെ ബന്ധുക്കൾക്ക് കേസിൽ ബന്ധമില്ലെന്നും പോലീസ് വ്യക്തമാക്കുകയാണ്. 6 മണിക്ക് കമ്മീഷണർ മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി. അനന്തൻ, ആരാണ് ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് എന്നതിനെ ചൊല്ലിയുള്ള സംശയങ്ങളൊക്കെ ഇപ്പോൾ മാറുകയാണ്. പ്രതി പിടിയിലാകുന്നു. അതും ഒരു മലയാളി തന്നെയാണ് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതെന്ന് വ്യക്തമാവുകയാണ്. എന്തൊക്കെ വിവരങ്ങളാണ് ലഭ്യമാകുന്നത്? അക്ഷയ, ഫെബ്രുവരി 19 അർദ്ധരാത്രിയിലാണ് തിരുവനന്തപുരം ആൾ സയൻസ് കോളേജിന്റെ സമീപത്തെ ഒഴിഞ്ഞ പറമ്പിൽ കഴിഞ്ഞിരുന്ന ബീഹാർ സ്വദേശികളായ നാടോടി സംഘത്തിൽപ്പെട്ട 2.5 വയസ്സുകാരിയെ കാണാതാകുന്നത്. 20 മണിക്കൂറിന് ശേഷം അന്ന് രാത്രി 7:30-ഓടെ കുട്ടിയെ കണ്ടെത്തുകയും ചെയ്തു. 2 ആഴ്ച കഴിഞ്ഞു ഈ സംഭവം നടന്നിട്ട്. ഇതുവരെ ഈ കേസിൽ എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തതയുമില്ലായിരുന്നു. അതിനാണിപ്പോൾ തിരുവനന്തപുരം സിറ്റി പോലീസ് ഉത്തരം കണ്ടിരിക്കുന്നത്. ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതാണ്. ആ തട്ടിക്കൊണ്ടുപോയ ആളെ തിരുവനന്തപുരം സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അയാൾ കൊല്ലം തിരുവനന്തപുരം അതിർത്തി ഗ്രാമത്തിലുള്ള ആളാണ്. തിരുവനന്തപുരം റൂറൽ പോലീസ് ലിമിറ്റിലുള്ള വ്യക്തിയാണെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇയാളെ ഇന്ന് രാവിലെയോടെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ തിരുവനന്തപുരം സിറ്റി പോലീസ് പുറത്തുവിട്ടിട്ടില്ല. വൈകിട്ട് 6 മണിക്ക് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു വാർത്താസമ്മേളനം വിളിച്ചിട്ടുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ ഈ പ്രതി ആരാണ്, ഈ പ്രതിയുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നതടക്കമുള്ള വിശദാംശങ്ങൾ പുറത്തുവിടും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ആ സമയത്താകും ഔദ്യോഗികമായി ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരിക. ഏതായാലും നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇയാൾ തിരുവനന്തപുരം കൊല്ലം അതിർത്തി ഗ്രാമത്തിലുള്ളയാളാണ്. തിരുവനന്തപുരം റൂറൽ പോലീസ് പരിധിയിലാണ് ഇയാളുടെ താമസം. ഇയാളെ കണ്ടെത്തിയത് നിർണായകമായ അന്വേഷണത്തിൽ നിർണായകമായത് CCTV ദൃശ്യങ്ങൾ തന്നെയാണ്. ഏതാണ്ട് ആയിരക്കണക്കിന് CCTV ദൃശ്യങ്ങളാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് ഈ 2 ആഴ്ച കൊണ്ട് അന്വേഷിച്ചത്. അതിൽ കഴിഞ്ഞ ദിവസം ഒരു പുതപ്പ് മൂടി ഒരാൾ പോകുന്ന ഒരു ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു. അതിൽ ചില സംശയങ്ങൾ പോലീസിനുണ്ടായിരുന്നു. ആ ദൃശ്യം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് യഥാർത്ഥ പ്രതിയിലേക്ക് എത്തിയതെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. നേരത്തെ സംശയിക്കപ്പെട്ടതുപോലെ ഈ കുട്ടിയുടെ ബന്ധുക്കൾക്കാർക്കും ഈ സംഭവത്തിൽ പങ്കില്ല. അതായത് ഈ കുഞ്ഞിന്റെ മാതാപിതാക്കൾക്ക് പങ്കുണ്ടോ, അവരെ ചോദ്യം ചെയ്ത് നമ്മൾ കണ്ടു. ഒപ്പം തന്നെ സ്വാഭാവികമായിട്ട് അന്വേഷണത്തിന്റെ ഭാഗമാണത്. പക്ഷേ അന്ന് അവരുടെ ഇതര സംസ്ഥാന തൊഴിലാളികളെ അവരൊരുമിച്ച് കേരളത്തിന് നന്ദി പറയുമ്പോഴും അവരോട് നമ്മൾ മലയാളി സമൂഹം ഒന്നടങ്കം മാപ്പ് പറയേണ്ട അവസ്ഥയുണ്ടോ എന്ന് വരെ ചിന്തിക്കുകയാണ്. അതായത് ഇവരെ ചോദ്യം ചെയ്യുന്നു, അവർ തന്നെയാകാം പ്രതി എന്നുള്ള, അവരിൽ ആരെങ്കിലും ആകാം പ്രതി, അവരിൽ ആരെങ്കിലും ആകാം കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് എന്നുണ്ടാകുക. അങ്ങനെ തരത്തിലുള്ള സംശയങ്ങളായിരുന്നു കൂടുതലും നിഴലിച്ചു നിന്നത്. ആ തരത്തിലേക്കായിരുന്നു പൊതുസമൂഹത്തിന്റെ അന്വേഷണവും ചോദ്യങ്ങളും ഒക്കെ ഉയർന്നത്. അവിടെയാണ് അവർക്ക് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നുള്ള വിവരം കൂടി ലഭ്യമാകുന്നത്, അല്ലേ? അക്ഷയ, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇപ്പോൾ പിടിയിലായിട്ടുള്ള പ്രതി മലയാളിയാണ്. അയാൾ കൊല്ലം തിരുവനന്തപുരം അതിർത്തി പ്രദേശത്തുള്ള ആളാണ്. അയാൾ കുഞ്ഞിനെ ഉപദ്രവിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കുഞ്ഞിനെ തട്ടിയെടുത്തതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. കുഞ്ഞിനെ തട്ടിയെടുക്കുകയും പിന്നീട് കുഞ്ഞ് ബഹളം വെക്കുകയും ചെയ്തപ്പോൾ ഇയാൾ സമീപത്തെ ഓടയിൽ ഉപേക്ഷിച്ചു പോയി എന്നുള്ള ആ രീതിയിലുള്ള വിവരങ്ങളാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. പക്ഷേ അങ്ങനെയാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം പോലീസ് ഇത് സംബന്ധിച്ച് ഒരു വിവരങ്ങളും പുറത്തുവിട്ടിട്ടില്ല. അക്ഷയ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുഞ്ഞിന്റെ രക്ഷിതാക്കളെയോ അതല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളെയോ കുറ്റപ്പെടുത്തുന്ന രീതിയിലോ അവരെ സംശയ നിഴലിൽ നിർത്തുന്ന രീതിയിലോ ഒന്നും പോലീസിന്റെ അന്വേഷണം പോയിട്ടില്ല. അങ്ങനെയുള്ള ഒരു ചിത്രീകരണം ഉണ്ടായിട്ടുമില്ല. പക്ഷേ എന്താണ് സംഭവിച്ചതെന്നുള്ള ഒരു കാരണം അജ്ഞാതമായിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ വിശദാംശങ്ങളും പോലീസ് പരിശോധിക്കുകയാണ് ഉണ്ടായത്. അച്ഛനെയും അമ്മയും വിശദമായി ചോദ്യം ചെയ്തു. അച്ഛനെയും അമ്മയും മാറ്റി നിർത്തി ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചോദ്യം ചെയ്തു. ഇവരുടെ മുഴുവൻ ബന്ധുക്കളെയും ആ സമയത്ത് അവർക്കൊപ്പം കഴിഞ്ഞിരുന്ന എല്ലാവരെയും ചോദ്യം ചെയ്തു. എന്തെങ്കിലും ഇവരുടെ ഇടയിൽ തമ്മിലുള്ള തർക്കങ്ങളോ എന്തെങ്കിലും ഈ കുഞ്ഞിനെ അവിടെ എത്തിക്കാൻ അങ്ങനെയുള്ളൊരു സ്ഥിതിയിലേക്ക് പോകാൻ കാരണമായിട്ടുണ്ടോ, അത് പോലീസിന്റെ അന്വേഷണ രീതിയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് പോലീസ് അന്വേഷിച്ചത്. മാത്രമല്ല ഈ കുഞ്ഞിന്റെ DNA പരിശോധന വരെ പോലീസ് നടത്തി. അതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ രക്ഷിതാക്കളുടെ തന്നെയാണോ കുഞ്ഞ്, മറ്റൊന്ന് കുഞ്ഞിനുള്ളിൽ മദ്യത്തിന്റെ അംശങ്ങൾ ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനാണ് പോലീസ് ആ രീതിയിലൊക്കെ. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ദുരൂഹതകളായിരുന്നു അത്യന്തം ഉണ്ടായിരുന്നത്. കാരണം 12 മണിക്ക്
കുഞ്ഞിനെ കാണാതാകുന്നു. 2 മണിയാകുമ്പോൾ പേട്ട പോലീസ് സ്റ്റേഷനിൽ ഈ കുഞ്ഞിനെ കാണാനില്ല എന്നുള്ള വിവരം റിപ്പോർട്ടാകുന്നു. ആ നിമിഷം മുതൽ തിരുവനന്തപുരം സിറ്റി പോലീസ് തിരുവനന്തപുരം ജില്ലയിലും സമീപ ജില്ലകളിലും തമിഴ്നാട്ടിലും അടക്കം അരിച്ചുപിറക്കി വ്യാപകമായ അന്വേഷണം കേരളമൊട്ടാകെ നടത്തുകയും ചെയ്തു. പക്ഷേ ആ അന്വേഷണത്തിലൊന്നും ആ പകൽ മുഴുവൻ കുഞ്ഞിനെ തെരഞ്ഞിട്ടും കുട്ടിയെ കണ്ടെത്തിയിരുന്നില്ല. നാടകീയമായി വൈകിട്ട് 7:15 ഈ കുടുംബം കഴിഞ്ഞിരുന്ന ആ ഒഴിഞ്ഞ പറമ്പിന് സമീപത്ത് ഏതാണ്ട് 200-300 മീറ്റർ അകലെയുള്ള റെയിൽവേ ട്രാക്കിന് സമീപമുള്ള ബ്രഹ്മോസ് സ്ഥാപനത്തിന്റെ പിൻഭാഗത്ത് മതിലിനോട് ചേർന്നുള്ള ഒരു ഓടയിൽ, കാട് നിറഞ്ഞ ഓടയിൽ കുഞ്ഞിനെ കണ്ടെത്തുകയായിരുന്നു പോലീസ്. വളരെ യാദൃശ്ചികമായിട്ടാണ് പോലീസിന്റെ അന്വേഷണം ആ ഭാഗത്തേക്ക് പോവുകയും പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ കണ്ടെത്തുകയും ചെയ്തത്. പക്ഷേ ഭാഗ്യം കൊണ്ട് ആ കുഞ്ഞിന് യാതൊരു അപകടവും സംഭവിച്ചിരുന്നില്ല. അത് നിർജ്ജലീകരണം സംഭവിച്ചുള്ള ക്ഷീണം മാത്രമല്ലാതെ മറ്റൊരു കുഴപ്പവും ആ കുഞ്ഞിന് ഉണ്ടായിരുന്നില്ല. പക്ഷേ അപ്പോഴും വലിയ സംശയങ്ങളാണ് ഉയർന്നത്. ഈ കുഞ്ഞ് എങ്ങനെയാണ് ഈ ഒഴിഞ്ഞ പറമ്പിൽ നിന്ന് 300 മീറ്റർ അകലെയുള്ള ഈ കുഴിയിലേക്ക് എത്തിയത്? അവിടേക്ക് ഒരാൾ ഇറങ്ങിയതോ അതല്ലെങ്കിൽ കുഞ്ഞ് വീണതിനോ ഒന്നും തെളിവുകൾ അന്നത്തെ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മാത്രമല്ല റെയിൽവേ ട്രാക്കിലൂടെ കയറി നടന്നാൽ മാത്രമേ ഈ സ്ഥലത്തേക്ക് എത്താൻ പറ്റൂ.